ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ദേശീയ ചിഹ്നത്തെക്കുറിച്ചാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26-നാണ്. ഇപ്പോഴാണ് 1950 ജനുവരി 26-നാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, കുതിര, ആന. ഏതൊക്കെയാണ്? സിംഹം, കാള, കുതിര, ആന. 5 സിംഹങ്ങൾ, ഒരു കാള, ഒരു കുതിര, ഒരു ആന ഉൾപ്പെടെ 8 മൃഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവയാണ്. ദീനനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. അപ്പം ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതയാണ്. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്ത്. ഏതാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യ എന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യയാണ്. ദേശീയ ചിഹ്നത്തെ ദുരുപയോഗം ചെയ്തതിന് വേണ്ടിയിട്ട് നിയമം പാസ്സാക്കിയത് 2005-ലാണ് എന്നാണ്. 2005-ലാണ്.